ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറവൂർ മണ്ഡലം 19ാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 19ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡും പഠനോപകരണ വിതരണവും നടത്തി. വഴിക്കുളങ്ങര രംഗനാഥ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെയുള്ള വലിയ നീറ്റ് പരീക്ഷ ഇതുപോലുള്ള പ്രധാനപ്പെട്ട പരീക്ഷകളിലെല്ലാം കുട്ടികളെ സജ്ജരാക്കുന്നതിന് വേണ്ടി. കാരണം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനം വേറൊന്നാണ്, പരീക്ഷ എഴുത്ത് വേറൊന്നാണ്. ഈ പ്രവേശന പരീക്ഷ അപ്പോൾ പ്രവേശന പരീക്ഷകളിൽ നല്ല മാർക്ക് വാങ്ങണമെങ്കിൽ അതിനൊരു പ്രത്യേകമായ പരിശീലനം വേണം. എല്ലാ കുട്ടികൾക്കും അതിന് പോകാൻ മാതാപിതാക്കൾക്ക് അവരെ അയക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഏത് സ്വകാര്യ സംവിധാനത്തിൽ കിട്ടുന്നതിനേക്കാൾ നല്ല ഫാക്കൽറ്റികളെ വെച്ച് മത്സര പരീക്ഷകൾക്ക് നമ്മുടെ കുട്ടികളെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിക്ക് നമ്മൾ ഈ വർഷം തുടക്കം കുറിക്കാൻ തീരുമാനിച്ചിരിക്കുക. നമ്മളാണ് സദ്ഗമയ പദ്ധതി ആദ്യമായി ഒരു വിദ്യാഭ്യാസ പദ്ധതി നിയോജകമണ്ഡലത്തിൽ കൊണ്ടുവന്നത്. വികസന ചെയർപേഴ്സൺ വനജ ശശികുമാർ അധ്യക്ഷത വഹിച്ചു. പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ പഠനോപകരണ വിതരണം നിർവഹിച്ചു. പറവൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഡെന്നി തോമസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രമേശ് ഡി കുറുപ്പ് സ്വാഗതവും വാർഡ് പ്രസിഡന്റ് ജിതീഷ് നന്ദിയും പറഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനെ മറക്കരുതെന്നുള്ളൊരു ചെറിയൊരു അപേക്ഷ ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ സമ്പദ് വ്യവസ്ഥയെ പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെല്ലാവരും ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഉയരങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ഇപ്പൊ പഠിച്ചു വരുന്ന കുട്ടികൾ പുതിയ കോഴ്സുകൾ അവരുടെ താല്പര്യം ഇവിടെ ശരിക്കും പറയാൻ മാതാപിതാക്കളാണ് തീരുമാനിക്കണം. എൻ്റെ മകൻ BTechന് പോകണം. ഇപ്പം ഞങ്ങളുടെയൊക്കെ വരും പിള്ളേർക്കൊക്കെ മാർക്ക് എത്രയാന്ന് പോലും നോക്കുന്നില്ല. അവർക്ക് കൊമേഴ്സ് വേണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വേണം, അതൊക്കെയാണ് നോക്കുന്നത്. കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഇതിലേക്ക് നമ്മളെല്ലാവരും പോകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ